Dear students, today we are going to discuss some important concepts such as present value, future value, etc. Let us see what is future value or FV. Future value is the value obtained by compounding the present value at a given rate. Present value ne compound ചെയ്തു കഴിഞ്ഞാൽ നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് കോമ്പൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിലുള്ള നിശ്ചിത എമൗണ്ട് നമുക്ക് കിട്ടുന്നു. ആ എമൗണ്ടിനെയാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്ന സമയത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നു കഴിഞ്ഞാൽ എമൗണ്ട് ഇത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ ആ എമൗണ്ട് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് n years എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ പ്രോസസ്സാണ് ഫ്യൂച്ചർ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കോമ്പൗണ്ടിങ് പ്രോസസ്സ് എന്നാണ് പറയുക. ഓക്കെ, ആ കോമ്പൗണ്ടിങ് പ്രോസസ്സിലൂടെ നമുക്ക് ഭാവിയിലുള്ള ഫ്യൂച്ചറിലുള്ള ആ എമൗണ്ട് എത്രയായിരിക്കും എന്ന് കണ്ടെത്താം. അപ്പോൾ ഫ്യൂച്ചറിലുള്ള എമൗണ്ട് കണ്ടുപിടിക്കുക. ഇന്നത്തെ പ്രസന്റ് വാല്യൂവിൻ്റെ ഫ്യൂച്ചറിലുള്ള എമൗണ്ട് എത്രയായിരിക്കും, ആ എമൗണ്ടിനെയാണ് ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് n years ഈസ് ഈക്വൽ ടു P into 1 plus R by 100 whole raised to n എന്നായിരുന്നു ആ ഫോർമുല, ഓർക്കുന്നില്ലേ? അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു, ഇവിടെ പ്രസന്റ് വാല്യൂ എന്നുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ P ഇൻറ്റു, അതായത് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിരുന്നു, ആ പ്രിൻസിപ്പലിന് പകരം പ്രസന്റ് വാല്യൂ ഇൻറ്റു 1 plus R by 100 whole raised to n. ഓക്കെ, R എന്ന് പറഞ്ഞ റേറ്റ് ആണ്, n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അതേ ഫോർമുല തന്നെ, യാതൊരു മാറ്റമില്ല. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയുക? കോമ്പൗണ്ടിങ് പ്രോസസ്സ് എന്നാ പറയുക. അത് എപ്പോഴും ഇന്നത്തെ ആ പ്രസന്റ് വാല്യൂവിനേക്കാളും കുറച്ചും കൂടെ എമൗണ്ട് കൂടിയിട്ടുള്ളതായിരിക്കും ഫ്യൂച്ചർ വാല്യൂ. കോമ്പൗണ്ടിങ് പ്രോസസ്സിലൂടെ കിട്ടുന്ന എമൗണ്ട് കൂടുതലായിരിക്കും, ഇപ്പോഴുള്ള പ്രസന്റ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഫ്യൂച്ചർ വാല്യൂ ഓഫ് ₹8,000 ആഫ്റ്റർ 2 years അറ്റ് 9% per annum. 9% per annum ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോഴുള്ള വാല്യൂ 8,000 ആണ്. 2 വർഷം കഴിയുമ്പോൾ എത്രയാണ്? ഇത് തന്നെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിലും പഠിച്ചത്. എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് 2 years. ഓക്കെ, അതേ പ്രോസസ്സ് തന്നെ. ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു PV, പ്രസന്റ് വാല്യൂ, ഇൻറ്റു 1 plus R by 100 whole raised to n. PV is equal to 8,000, R is equal to 9% and n is equal to 2 ആണ് ഇവിടെ. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ is equal to 8,000 into 1 plus 9 by 100 whole raised to 2. അപ്പോൾ ആൻസർ കിട്ടുന്നത് 9,504.8. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ വാല്യൂ. ഏതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ആണ്? 8,000ൻ്റെ 2 വർഷം കഴിയുമ്പോഴുള്ള വാല്യൂ ആണ്, അതായത് ഫ്യൂച്ചർ വാല്യൂ ആണ്. 2 വർഷം കഴിഞ്ഞുള്ള ഫ്യൂച്ചർ വാല്യൂ ആണ് ഇത് എന്ന് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞുള്ള ആ ഫ്യൂച്ചർ വാല്യൂവിൻ്റെ പ്രസന്റ് വാല്യൂ, ഇന്നത്തെ വാല്യൂ 8,000 ആണ്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂവിൽ നിന്ന് പ്രസന്റ് വാല്യൂ കാണാൻ വേണ്ടി പറയുമ്പോൾ ഓർക്കുക, പ്രസന്റ് വാല്യൂ കുറവായിരിക്കും, ഫ്യൂച്ചർ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂവിൽ നിന്ന് ഫ്യൂച്ചർ വാല്യൂ കാണാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന സമയത്ത് ഓർക്കുക, ഫ്യൂച്ചർ വാല്യൂ കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. അപ്പോൾ കൂടുതലായിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ആ പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ 9,504.8 ഫ്യൂച്ചർ വാല്യൂ ആണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ വാല്യൂ ആയ 8,000 കണ്ടുപിടിക്കുക. ആ 8,000 കണ്ടുപിടിക്കുന്ന സമയത്ത് ഓർക്കുക, ഫ്യൂച്ചർ വാല്യൂവിനേക്കാളും കുറഞ്ഞൊരു എമൗണ്ടിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് പ്രോസസ്സ് എന്നാണ് പറയുക. നമുക്ക് പ്രസന്റ് വാല്യൂ, ഞാനിപ്പോൾ സൂചിപ്പിച്ച ആ പ്രസന്റ് വാല്യൂ, ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കുക. ഫ്യൂച്ചറിലുള്ള വാല്യൂ അറിയാമെങ്കിൽ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കുക. ആ ഇന്നത്തെ വാല്യൂവിനെയാണ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയും. പ്രസന്റ് വാല്യൂ ഈസ് ദി വാല്യൂ ഒബ്റ്റൈൻഡ് ബൈ ഡിസ്കൗണ്ടിങ് ദി ഫ്യൂച്ചർ വാല്യൂ അറ്റ് എ ഗിവൺ റേറ്റ്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂവിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ പ്രസന്റ് വാല്യൂവിനെ കോമ്പൗണ്ട് ചെയ്തിട്ട് കോമ്പൗണ്ടിങ് പ്രോസസ്സിലൂടെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്ന ആ കോമ്പൗണ്ടിങ് പ്രോസസ്സ് എന്തായിരുന്നു? ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഇൻറ്റു 1 plus R by 100 whole raised to n ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രസന്റ് വാല്യൂ കാണണമെങ്കിൽ എന്തായിരിക്കും ഫോർമുല? പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു, ഈ ഭാഗം ഇങ്ങോട്ട് പോകും, ഇൻറ്റു എന്നുള്ളത് ഡിവൈഡഡ് ബൈ. അപ്പോൾ പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ
1 plus r by 100 whole raised to n എന്ന് വരും. ഓക്കെ, അപ്പോൾ പ്രസന്റ് വാല്യൂ എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഫ്യൂച്ചർ വാല്യൂ നമ്മൾ പഠിച്ചു. ഇനി പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Find the present value of ₹1,000 after 2 years at 5% per annum. 2 വർഷം കഴിഞ്ഞിട്ടുള്ള 1000 രൂപയുടെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കണം. പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 plus r by 100 whole raised to n. ഫ്യൂച്ചർ വാല്യൂ എത്രയാണ്? 2 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ 1000 ആണ്. r റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് പറഞ്ഞാൽ 2 years ആണ്. അപ്പോൾ പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 1 plus 5 by 100 whole raised to 2. അപ്പോൾ എത്ര വരുന്നു? 907.0295. This is the present value of future value of 1000. 2 വർഷം കഴിഞ്ഞിട്ടുള്ള 1000 രൂപയുടെ ഇന്നത്തെ വാല്യൂ ആണ് 907.0295. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂവിൽ നിന്ന് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് പ്രോസസ്സ്, ഡിസ്കൗണ്ടിങ് ടെക്നിക്. ഓക്കെ, ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിന് നമ്മൾ കോമ്പൗണ്ടിങ് പ്രോസസ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് ടെക്നിക് എന്ന് പറയാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ₹50,000 ടു ബി റിസീവ്ഡ് ആഫ്റ്റർ 5 years at 9% per annum. 5 വർഷം കഴിഞ്ഞിട്ട് 50,000 രൂപ കിട്ടുന്നു. അങ്ങനെയുള്ള ആ 5 വർഷം കഴിഞ്ഞിട്ടുള്ള 50,000 രൂപയുടെ ഇന്നത്തെ വാല്യൂ എന്താണ്? ആ ഫോർമുലയിൽ നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 32,496.57 കിട്ടും. ദിസ് ഈസ് ദി പ്രസന്റ് വാല്യൂ. ഇന്നത്തെ വാല്യൂ ഇതാണ്. ഈ പ്രസന്റ് വാല്യൂ ആണ് 5 വർഷം കഴിയുമ്പോൾ 50,000 ആയി മാറുന്നത്. ഇതാണ് ഫ്യൂച്ചർ വാല്യൂ. ഓക്കെ, let us see another important concept, that is present value of annuity. എന്താണ് annuity എന്ന് പറയുന്നത്? എന്താണ് പ്രസന്റ് വാല്യൂ ഓഫ് annuity എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് പഠിച്ചല്ലോ. എന്തിൻ്റെ പ്രസന്റ് വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത്? ഫ്യൂച്ചർ വാല്യൂവിൻ്റെ പ്രസന്റ് വാല്യൂ. if we know the future value, we can very well find out the present value. ഫ്യൂച്ചർ വാല്യൂ ഇത്രയാണെന്ന് അറിയാമെങ്കിൽ ആ നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് നമുക്കതിൻ്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളതിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഫ്യൂച്ചറിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആകുന്ന സമയത്ത് അതിൻ്റെ പ്രസന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്യൂച്ചറിൽ നിശ്ചിത ഈക്വൽ ഇൻ്റർവെല്ലിൽ നമുക്ക് സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ സീരീസ് ഓഫ് എമൗണ്ട്സ് നമുക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുക. ഭാവിയിൽ വരുന്ന ഒരു 10 വർഷക്കാലം ഓരോ വർഷവും ഒരു നിശ്ചിത എമൗണ്ട് ഇങ്ങനെ കിട്ടുന്നു എന്ന് വിചാരിക്കുക. ആ നിശ്ചിത എമൗണ്ട് ഓരോ വർഷവും ഇങ്ങനെ ഫിക്സ്ഡ് എമൗണ്ട് കിട്ടുമ്പോൾ അതിന് പറയുന്ന പേരാണ് ആന്വിറ്റി. ഓക്കെ, നമ്മൾ പല പദ്ധതികളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് അടുത്ത 10 വർഷക്കാലം നിങ്ങൾക്ക് ഓരോ വർഷവും 5000 രൂപ വീതം ലഭിക്കും. അപ്പോൾ ഓരോ വർഷവും 5000 രൂപ ലഭിക്കും. ആ 5000ത്തിന് നമ്മൾ പറയും ഈക്വൽ ആനുവൽ റെസിപ്റ്റ്സ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആനുവൽ പേയ്മെൻറ്റ്സ് ആണ്. ആ ഈക്വൽ ആനുവൽ പേയ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ആന്വിറ്റി. ഓക്കെ, അങ്ങനെ ഭാവിയിൽ നമുക്ക് കുറേ വർഷക്കാലം തുടർച്ചയായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് കിട്ടുമ്പോൾ അതിന് ആന്വിറ്റി എന്ന് പറയും. ആ നിശ്ചിത എമൗണ്ട്, ആ ആന്വിറ്റിയുടെ ഇന്നത്തെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള ഒരു പർട്ടിക്കുലർ എമൗണ്ടിൻ്റെ പ്രസന്റ് വാല്യൂ ആണ് എങ്കിൽ ഫ്യൂച്ചറിലുള്ള സീരീസ് ഓഫ് ഈക്വൽ ആനുവൽ റെസിപ്റ്റ്സ് അതിൻ്റെ പ്രസന്റ് വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആന്വിറ്റി എന്താണ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ ആന്വിറ്റിയുടെ തുടർച്ചയായിട്ട് നമുക്ക് നിശ്ചിത കാലത്തോളം അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് ഈക്വൽ എമൗണ്ട് ആണ്. ഓരോ വർഷവും ഈക്വൽ എമൗണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇന്നത്തെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മളിവിടെ പ്രസന്റ് വാല്യൂ ഓഫ് ആൻ ആന്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. A person gets an annuity of ₹5,000 for a period of 4 years. 5000 രൂപ ഓരോ വർഷവും ലഭിക്കുന്നു. എത്ര വർഷം ലഭിക്കും? 4 വർഷം ലഭിക്കുന്നു എന്ന് വിചാരിക്കും. What is the present value of the annuity if the rate of interest is 10%? Rate of interest 10% ആണ്. ആ rate of interest 10% ആണെങ്കിൽ അടുത്ത 4 വർഷമായിട്ട് നമുക്ക് കിട്ടുന്ന 5000 രൂപയുടെ പ്രസന്റ് വാല്യൂ എന്താണ്?
നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു ഫിക്സ്ഡ് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന അറിയാലോ നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന 4 വർഷം കിട്ടുന്ന 5000 രൂപയുടെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ അത് എഴുതിക്കൂടെ? നോക്കൂ, പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ഓഫ് 5000 ഫോർ 4 years ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് 5000 ടു ബി റിസീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. ഒന്നാമത്തെ വർഷം അവസാനം നമുക്ക് കിട്ടുന്ന 5000 രൂപയുടെ ഇന്നത്തെ വാല്യൂ പ്ലസ് present value of rupees 5000 to be received at the end of second year plus present value of rupees 5000 to be received at the end of third year plus present value of rupees 5000 to be received at the end of fourth year. ഓക്കെ, ഓരോ വർഷവും അവസാനം കിട്ടുന്ന 5000 രൂപയുടെ പ്രസന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരൊറ്റ എമൗണ്ട് ആണെങ്കിൽ അതിൻ്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചതാണല്ലോ. ആ രീതിയിൽ ഈ 4 എണ്ണവും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ നോക്കൂ, പ്രസന്റ് വാല്യൂ ഓഫ് rupees 5000 ടു ബി റിസീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ, ഒന്നാമത്തെ വർഷത്തിൻ്റെ അവസാനം നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്തായിരുന്നു? പ്രസന്റ് വാല്യൂ കാണാനുള്ള ഫോർമുല ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ, ഞാനിവിടെ എഫ് എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മനസ്സിലാക്കുക FV ആണ് ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r/100 ഹോൾ റൈസ് ടു n. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ എത്രയായിരുന്നു? ഒന്നാമത്തെ വർഷം അവസാനം 5000 രൂപയാണ്. 5000 ഡിവൈഡഡ് ബൈ 1 + r/100 എന്ന് പറഞ്ഞാൽ 10/100 ആണ് എന്ന് പറഞ്ഞാൽ 0.1 ഹോൾ റൈസ് ടു n ഒരു വർഷം കഴിയുമ്പോൾ. ഓക്കെ, അതിൻ്റെ വാല്യൂ 4545.45. ദിസ് ഈസ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ₹5000 ടു ബി റിസീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. ഓക്കെ, ഇതേപോലെ രണ്ടാമത്തെ വർഷം അവസാനം കിട്ടുന്ന 2 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന 5000ന്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ 5000 ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + 0.1 ഹോൾ സ്ക്വയർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ 5000 ഡിവൈഡഡ് ബൈ 1.1 സ്ക്വയർ ഈക്വൽ ടു 4132.23 വരും. അതുപോലെ മൂന്നാമത്തെ വർഷം അവസാനം 5000 കിട്ടുമ്പോൾ അതിൻ്റെ പ്രസന്റ് വാല്യൂ എന്താണ്? 3756.57 വരും. ഫോർത്ത് ഇയറിൻ്റെ അവസാനം 5000 കിട്ടുമ്പോൾ അതിൻ്റെ വാല്യൂ 3415.07 എന്ന് വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം ഓരോ വർഷവും അവസാനം 5000 കിട്ടുന്നതിൻ്റെ ഇന്നത്തെ വാല്യൂ ആണ്, പ്രസന്റ് വാല്യൂ ആണ്. അപ്പോൾ വരുന്ന 4 വർഷക്കാലം 5000 രൂപ കിട്ടുമ്പോൾ അതിൻ്റെ മൊത്തം ആ 5000 രൂപ 4 വർഷം കിട്ടുമ്പോൾ 20000 രൂപയാണ് ഭാവിയിൽ കിട്ടുന്നത്. അതിൻ്റെ പ്രസന്റ് വാല്യൂ എന്താണ്? 15849.32 ആണ്. ഇത് 4ഉം ടോട്ടൽ ചെയ്ത്. ഓക്കെ, അപ്പോൾ ആന്വിറ്റിയുടെ 5000 എന്ന ആനുവൽ റെസീപ്റ്റ്സിൻ്റെ 4 വർഷം 5000 കിട്ടുമ്പോൾ അതിൻ്റെ ആന്വിറ്റിയുടെ പ്രസന്റ് വാല്യൂ ആണ് 15849.32. ക്ലിയർ? ഓക്കെ, പക്ഷെ ഇവിടെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഫ്യൂച്ചറിൽ കിട്ടുമ്പോൾ അതിൻ്റെ പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ സീരീസ് ഓഫ് എമൗണ്ട് ഫ്യൂച്ചറിൽ കിട്ടുമ്പോഴും ഓരോ എമൗണ്ടിൻ്റെയും ഓരോ പീരീഡിൻ്റെ അവസാനം കിട്ടുന്ന ആ എമൗണ്ടിൻ്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ച് ടോട്ടൽ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? പക്ഷേ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് നമുക്ക് ഈ എമൗണ്ട് ഈ പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. നോക്കാം. ദി പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് ദി ഫോളോയിങ് ഫോർമുല. വാട്ട് ഈസ് ദ ഫോർമുല? PV of A എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ഈസ് ഈക്വൽ ടു ആന്വിറ്റി. എ എന്ന് പറഞ്ഞാൽ ആന്വിറ്റി, ഫിക്സ്ഡ് ആനുവൽ എമൗണ്ട് ഉണ്ടല്ലോ, ആന്വിറ്റി ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ബൈ 100 ആണ്. 10% ആണെങ്കിൽ നമ്മൾ 10 എന്നല്ല ഇവിടെ എഴുതേണ്ടത്, 10/100 ആയിട്ടുള്ള 0.1 എന്ന് എഴുതണം. ഓക്കെ, A/R ഇൻറ്റു 1 - 1/1 + R ഹോൾ റൈസ് ടു n. ഓക്കെ, പുതുതായിട്ടൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക. പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ഈസ് ഈക്വൽ ടു A/R ഇൻറ്റു 1 - 1/1 + R ഹോൾ റൈസ് ടു n. ഇവിടെ A എന്ന് പറഞ്ഞാൽ ആന്വിറ്റി എമൗണ്ട് ആണ്, R എന്ന് പറഞ്ഞാൽ റേറ്റ് ബൈ 100 ആണ്, n നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്മൾ നേരത്തെ ചെയ്ത് നോക്കിയ ആ ആൻസർ നോക്കാം. പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ഓഫ് 5000 ഫോർ 4 years അറ്റ് 10% per annum. നോക്കൂ,
ആന്വിറ്റി 5000 ആയിരുന്നു. ഓക്കെ, R എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10/100 എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R 0.1 ഹോൾ റേസ് ടു n ആണ്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നു? 15,849.33 ആണ് കിട്ടുന്നത്. ഓക്കെ, നേരത്തെ നമുക്ക് ആൻസർ കിട്ടിയിരുന്നത് എത്രയായിരുന്നു? 15,849.32 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് വരുന്നത്. 0.32 0.33 ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കുക കുറച്ചുകൂടെ എളുപ്പമായി. ഓരോ ഫ്യൂച്ചർ എമൗണ്ടിൻ്റെയും പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ ടോട്ടൽ ചെയ്യേണ്ടി വരുന്നില്ല. ഒറ്റ തവണ കാണുന്നതിലൂടെ നമുക്ക് ആ സീരീസ് ഓഫ് ഫ്യൂച്ചർ റെസീപ്റ്റ്സ്, സീരീസ് ഓഫ് ഫ്യൂച്ചർ പേയ്മെന്റ്സ്, അതായത് ആ ആന്വിറ്റിയുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ മെത്തേഡിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഈ മെത്തേഡ്, ഈ ഫോർമുല ഒന്ന് ഓർത്താൽ മതി. ഫിക്സ്ഡ് പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി കാണാനുള്ള ഫോർമുല എന്താ? PV of A is equal to A/R into 1 minus 1/1 plus R whole raised to n. ഓക്കെ, ആ ഫോർമുല എഴുതിയിരിക്കുന്നത് 1/1 പ്ലസ് എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന്. A/R into 1 minus 1/1 plus R whole raised to n. ഓക്കെ, ഇതാണ് ഫോർമുല. ഈ ഫോർമുലയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ആന്വിറ്റിയുടെ പ്രസന്റ് വാല്യൂ കിട്ടുന്നു. വളരെ സിമ്പിൾ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ റിസീവ്സ് ആൻ ആന്വിറ്റി ഓഫ് ₹3,000 ഫോർ 5 years. ഇഫ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 10% per annum, ഫൈൻഡ് ദി പ്രസന്റ് വാല്യൂ. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ആണ്. ആന്വിറ്റി എന്ന് പറഞ്ഞാൽ ആനുവൽ റെസീപ്റ്റ്സ് ആണ്. അപ്പോൾ 3,000 ആണ് ആനുവൽ റെസീപ്റ്റ്. എത്ര കാലം കിട്ടുന്നുണ്ട്? 5 years കിട്ടുന്നുണ്ട്. ആന്വിറ്റി ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി ഈസ് ഈക്വൽ ടു A/R ഇൻറ്റു 1 മൈനസ് 1/1 plus R all raised to n എന്ന് പറഞ്ഞാൽ 3,000 divided by 0.1 10% ആണ്. 0.1 into 1 minus 1/1 plus 0.1 all raised to 5. ആൻസർ 11,372.36 കിട്ടും. ഇതാണ് അടുത്ത 5 വർഷക്കാലം 3,000 rupees കിട്ടുകയാണെങ്കിൽ അതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടെ ഇന്നത്തെ വാല്യൂ, പ്രസന്റ് വാല്യൂ 11,372.36 ആണ്. ക്ലിയർ? ഇനി നമുക്ക് മറ്റൊരു പുതിയൊരു കാര്യം പഠിക്കുകയാണ്. പ്രസന്റ് വാല്യൂ ഓഫ് എ പെർപെച്വിറ്റി. നമ്മളിപ്പോൾ പഠിച്ചത് എന്താ? പ്രസന്റ് വാല്യൂ ഓഫ് ആൻ ആന്വിറ്റി ആണ്. എന്താണ് പെർപെച്വിറ്റി? ഒന്നുമില്ല, പുതിയൊരു സംഭവം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി പഠിച്ചല്ലോ, പ്രയാസമൊന്നുമില്ലായിരുന്നല്ലോ. ഇനി നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് എ പെർപെച്വിറ്റി. എന്താ പെർപെച്വിറ്റി എന്ന് പറഞ്ഞാൽ? പെർപെച്വിറ്റി എന്ന ടേമിന്റെ മീനിങ് എന്താ? പെർപെച്വിറ്റി ഈസ് ആൻ ആന്വിറ്റി ദാറ്റ് ഒക്കേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. ഓക്കെ, ഇതേ ഉള്ളൂ. അതായത് ഇതുവരെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം പഠിച്ച ആന്വിറ്റി എന്ന് പറഞ്ഞാൽ വരുന്ന 3 വർഷക്കാലം 5,000 രൂപ കിട്ടുന്നു, അല്ലെങ്കിൽ വരുന്ന 5 വർഷക്കാലം 1,000 രൂപ കിട്ടുന്നു. ഒരു ഫിക്സ്ഡ് പീരീഡ് ഉണ്ട്. ആ പീരീഡിലാണ് നമുക്ക് സീരീസ് ഓഫ് എമൗണ്ട്സ് കിട്ടുന്നത്. 5 വർഷം വരെ, 10 വർഷം വരെ, 20 വർഷം വരെ. അങ്ങനെ അല്ലാതെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പീരീഡിലേക്ക് നമുക്ക് ആനുവൽ ഈക്വൽ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആന്വിറ്റീനെ നമ്മൾ വിളിക്കുന്നതാണ് പെർപെച്വിറ്റി. അപ്പോൾ പെർപെച്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്വിറ്റി ആണ്, പക്ഷെ ആന്വിറ്റി ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ്, നോട്ട് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്, specific period. If annuity is received for an indefinite period, it is called perpetuity. Okay, അപ്പോൾ ആ പെർപെച്വിറ്റിയുടെ പ്രസന്റ് വാല്യൂ, അതായത് ആന്വിറ്റി തന്നെ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് നമുക്ക് കിട്ടാൻ പോകുന്ന ആന്വിറ്റിയുടെ പ്രസന്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി, നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് പഠിച്ച പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? A/R ഇൻറ്റു 1 മൈനസ് 1/1 പ്ലസ് R ഹോൾ റേസ് ടു n ആയിരുന്നു. ഓക്കെ, അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി ആകുന്ന സമയത്ത് മാറ്റം എന്താ വരിക? ഈ ഫോർമുലയിൽ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കിക്കോളൂ. A/R ഇൻറ്റു 1 മൈനസ് 1/1 പ്ലസ് R ഹോൾ റേസ് ടു n ആയിരുന്നു ആനുവൽ വാല്യൂ ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി. പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റിയും അത് തന്നെയാണ്.
ഓക്കെ, പക്ഷെ അത് ഒന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെയായിരിക്കും നോക്കൂ, ഇത് ആന്വിറ്റി, എ ആന്വിറ്റി ഡിവൈഡഡ് ബൈ റേറ്റ് ഇൻറ്റു 1 മൈനസ് 1/1 പ്ലസ് ആർ ഹോൾ റേസ് ടു n ആണ്. n എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയുമോ? ഇവിടെ ഇൻഡെഫിനിറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ ആലോചിക്കുക, 1/1 പ്ലസ് ആർ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എത്ര വേണമെങ്കിൽ ആകാം, ഇൻഫിനിറ്റ് ആണ്. n ഇൻഫിനിറ്റി ആണ്, അനന്തമാണ്. അങ്ങനെ n വളരെ വളരെ വലിയൊരു ഫിഗർ ആവുന്ന സമയത്ത് 1 പ്ലസ് ആർ ഹോൾ റേസ് ടു n എന്നുള്ള ആ വാല്യൂ വളരെ വളരെ കൂടിയൊരു ഫിഗർ ആയിരിക്കും. 1 ഡിവൈഡഡ് ബൈ ഈ കൂടിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ 1നെ ഈ വലിയൊരു എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, വളരെ വളരെ മൈന്യൂട്ടായി 0 ആയി മാറും. ശരിയല്ലേ പറയുന്നത്? n എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആകുന്ന സമയത്ത്, ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ആന്വിറ്റി കിട്ടുന്ന സമയത്ത് n ഇൻഫിനിറ്റി ആകും. n ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് നമുക്ക് എന്താ പറയാൻ പറ്റാത്ത അത്രയും വലിയൊരു ഫിഗറായി മാറും. 1നെ ആ വലിയൊരു ഫിഗറായി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ 0യുടെ അടുത്തടുത്ത് 0 തന്നെയാണെന്ന് പറയാം. അപ്പൊ ഇത് 0 ആയി മാറുന്നെങ്കിൽ 1 മൈനസ് 0, അപ്പൊ 1 തന്നെയല്ലേ വരിക. 1 ഇൻറ്റു എ ബൈ ആർ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എ ബൈ ആർ തന്നെ. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി ഈസ് ഈക്വൽ ടു എ ബൈ ആർ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ? ഇപ്പൊ പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റിയിൽ നിന്ന് കുറച്ചുകൂടെ എളുപ്പമാണ് പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി കാണുമ്പോൾ. എ ബൈ ആർ മാത്രമേ വരുന്നുള്ളൂ, എ ബൈ ആർ. പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി എന്തായിരുന്നു? എ ബൈ ആർ ഇൻറ്റു 1 മൈനസ് 1/1 പ്ലസ് ആർ ഹോൾ റേസ് ടു n ആയിരുന്നു. ഈ പോർഷൻ പൂർണ്ണമായിട്ടും അങ്ങ് ഇല്ലാതെയാകും പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി കാണുമ്പോൾ. ഓക്കെ, ഒരിക്കൽ കൂടെ പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ആർ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെർപെച്വിറ്റി, എമൗണ്ട് ഓഫ് പെർപെച്വിറ്റി. ഓക്കെ, അതായത് ആന്വിറ്റി എമൗണ്ട് തന്നെ. ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ബൈ 100. ഓക്കെ, ഇവിടെ പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി ആണ്. പി എന്ന് പറയുന്നത് പെർപെച്വിറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. An investor expects a perpetual sum of ₹5,000 annually from his investment. What is the present value of his investment if rate of interest is 10%? 10% rate of interest കിട്ടുന്നുവെങ്കിൽ അയാൾക്ക് ഓരോ വർഷവും 5,000 കിട്ടിക്കൊണ്ടിരിക്കുക. പെർപ്പച്വലായിട്ട് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ഇത്ര പീരീഡിലേക്കൊന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടി അയാൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? അതായത് അനന്തമായ കാലത്തോളം ഓരോ വർഷവും 5,000 റുപ്പീസ് കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള വാല്യൂ എന്താണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി ഈസ് ഈക്വൽ ടു എ ബൈ ആർ ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 കിട്ടും. 50,000 ഡിവൈഡഡ് ബൈ 10/100, 50,000 വരും. 50,000 ആണ് ഇതിൻ്റെ present value of perpetuity of 5,000. Okay, another one, find the present value of perpetuity of 3,500 if the rate of interest is 7%. അപ്പോൾ present value of perpetuity of 3,500 is equal to a by r, means 3,500 divided by 7/100. 3,500 divided by 0.07 is equal to 50,000. ഇതാണ് പ്രസന്റ് വാല്യൂ ഓഫ് 3,000, പെർപെച്വിറ്റി ഓഫ് 3,500ന്റെ പ്രസന്റ് വാല്യൂ ആണ് 50,000. ക്ലിയർ? ഇപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റിയും പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റിയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. രണ്ടും നന്നായി മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് ഓർ EMI. യെസ്, എന്താണ് EMI എന്ന് പറഞ്ഞാൽ? An equated monthly installment or EMI is a fixed payment made by a borrower to a lender at a specified date in each calendar month. Okay, ഒരു ബോറോവർ ഒരു നിശ്ചിത എമൗണ്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ ലെൻഡർക്ക് ലോണ് തിരിച്ചടയ്ക്കണമല്ലോ, ഓരോ മാസമായിട്ട് തിരിച്ചടയ്ക്കണം. അപ്പോൾ ഓരോ മാസവും ഒരു കലണ്ടറിൽ ഓരോ മാസവും പർട്ടിക്കുലർ ഡേറ്റിന്
ഇപ്പോൾ ഓരോ മാസവും 5-ാം തീയതി അല്ലെങ്കിൽ ഓരോ മാസവും 10-ാം തീയതി ഒരു പർട്ടിക്കുലർ ഡേറ്റിന് എമൗണ്ട് തിരിച്ചടയ്ക്കുന്ന സമയത്ത് അതിൽ ഓരോ തിരിച്ചടവ് എമൗണ്ടും പ്രിൻസിപ്പൽ എമൗണ്ടും മുതലും ഉണ്ടാവും, ഇൻട്രസ്റ്റും ഉണ്ടാവും. അങ്ങനെ ഇൻട്രസ്റ്റും അതുപോലെ പ്രിൻസിപ്പൽ എമൗണ്ടും ചേർത്ത് ഓരോ മാസവും ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത പീരീഡോളം അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോണ് പൂർണ്ണമായിട്ടും അടച്ചു തീരും. അങ്ങനെ ഒരു നിശ്ചിത കാലത്തോളം ഓരോ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുമ്പോൾ ലോണ് അടച്ചു തീരുമല്ലോ. ആ നിശ്ചിത എമൗണ്ട് ഓരോ മാസവും അടയ്ക്കേണ്ട ഈക്വൽ എമൗണ്ട് അതിനെയാണ് EMI അല്ലെങ്കിൽ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഓർ EMI എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായത് നിങ്ങൾക്ക്. ഒരാൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു, വീടുണ്ടാക്കാൻ വേണ്ടി ലോൺ എടുത്തിരിക്കുക. ലോൺ എടുക്കുന്ന സമയത്ത് ഈ ലോൺ നൽകുന്ന ബാങ്ക് അല്ലെങ്കിൽ ലോൺ നൽകുന്ന വ്യക്തി പറയുന്നു, നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടത് ഇത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഓരോ മാസവും 5-ാം തീയതി അല്ലെ ഓരോ മാസവും ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ഇത്ര എമൗണ്ടാണ് അടയ്ക്കേണ്ടത്. ആ എമൗണ്ട് എല്ലാ മാസവും കൃത്യമായിട്ടും അതേ എമൗണ്ട് തന്നെ, യാതൊരു മാറ്റവും ഇല്ല, തുടരുന്നു. ഒരു നിശ്ചിത കാലത്തോളം അത് തുടരുന്നതോടുകൂടി ലോണ് പൂർണ്ണമായിട്ടും അടച്ചു തീരും. അപ്പോൾ എടുത്ത ലോണ് പൂർണ്ണമായിട്ടും അടച്ചു തീർക്കാൻ വേണ്ടി ഓരോ മാസവും ഒരു ഈക്വൽ എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ഓർ EMI എന്ന് പറയുന്നത്. ആ EMI എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. EMI ഈസ് ഈക്വൽ ടു P into R into 1 plus R whole raised to n divided by 1 plus R whole raised to n minus 1. n minus 1 അല്ല, 1 plus R whole raised to n, പിന്നെ താഴെയാണ് minus 1. ഇതിന് 1 plus R whole raised to n കണ്ടുപിടിച്ച ശേഷം അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം, അല്ലാതെ 1 plus R whole raised to n minus 1 അല്ല. ക്ലിയർ? അപ്പോൾ ഇവിടെ P എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. നമ്മൾ എത്രയാണോ വായ്പ എടുത്തിരിക്കുന്നത്, മുതൽ എത്രയായിരുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് R. പക്ഷേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ മന്ത് ആണ്. ഇപ്പോൾ 24% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്കിൽ 24 ഡിവൈഡഡ് ഒരു വർഷത്തേക്കാണല്ലോ, 24 ഡിവൈഡഡ് ബൈ 12, 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ 2. അപ്പോൾ 2 ആണ് നമ്മൾ എടുക്കേണ്ടത്, 2% ആണ് എടുക്കേണ്ടത് പെർ മന്ത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ മന്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പോൾ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല, പീരീഡ് ഓഫ് ലോൺ ഇൻ മന്ത്സ് ആണ്. എത്ര കാലമാണ് ആ ലോണിന്റെ കാലയളവ് എത്രയാണ് എന്നുള്ള ആ പീരീഡ് മന്ത്സിലാണ് പറയേണ്ടത്. N എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് ലോൺ ഇൻ മന്ത്സ്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് അറിയേണ്ടത്. പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ മന്ത്, പീരീഡ് ഓഫ് ലോൺ ഇൻ മന്ത്സ്. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് EMI കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. എങ്ങനെയാണ്? P into R into 1 plus R all raised to n divided by 1 plus R all raised to n minus 1. ഓക്കെ, യെസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കമ്പ്യൂട്ട് EMI for rupees 2 lakh for a period of 2 years at 20% interest per annum. ഇപ്പോൾ ഇവിടെ എന്താണ്, 2 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തിരിക്കുകയാണ്. 2 വർഷക്കാലമാണ് ലോണിൻ്റെ പീരീഡ്. 2 വർഷം കൊണ്ട് ഇത് തിരിച്ചടയ്ക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20% ആണ്. അങ്ങനെയാണെങ്കിൽ മന്ത്ലി എത്ര രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. EMI is equal to P into R into 1 plus R all raised to n divided by 1 plus R all raised to n minus 1. P 2 lakh ആണ്. റേറ്റ് 20% per annum ആണ്. 20% ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 1.667% വരും, അല്ലെങ്കിൽ 0.01667 എന്ന് പറയാം. N 2 years ആണ്. 2 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 months ആണ്. നമ്മൾ EMI കാണാനുള്ള ഫോർമുലയിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ 2 lakh into 0.01667 into 1 plus 0.01667 whole raised to 24 divided by 1 plus 0.01667 whole raised to 24 minus 1. Okay, അപ്പോൾ ഇവിടെ 1.01667 whole raised to 24 എന്നുള്ള ആ വാല്യൂ എല്ലാം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ എല്ലാം പ്രയാസമായിരിക്കും. നമ്മൾ എവിടെയാണ് ലോഗരിതത്തിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാക്കുന്നത്?
value of 1.01667 raised to 24 is equal to logarithm of this value. അപ്പോൾ എങ്ങനെ വരിക 24 log 1.01667 വരും. 24 into logarithm of 1.01667 എന്ന് പറഞ്ഞാൽ അതിൻ്റെ logarithmic value 0.0072 ആണ്. into 24 0.1724. അങ്ങനെ ഈ വാല്യൂ കിട്ടി. ഇതിൻ്റെ ആൻറ്റി ലോഗരിതം എടുക്കുക. ആൻറ്റി ലോഗരിതം എടുക്കുക എന്ന് പറഞ്ഞാൽ 0.17 2ലും 8ലുള്ള വാല്യൂ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1489 വരിക. ഇവിടെ ഡെസിമലിന് മുമ്പ് 0 ആണ്, +1 പ്ലേസ് കഴിഞ്ഞ് ഡെസിമൽ ഇടുക 1.489 കിട്ടും. 1.489 ആണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ 1.489 ഡിവൈഡഡ് ബൈ ഇവിടെയും 1.489 -1. അപ്പോൾ ഇവിടെ ഇത് തന്നെ 2 lakh into 0.01667 into 1.489 ഡിവൈഡഡ് ബൈ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞ് 0.489. ഇത് സിംപ്ലിഫൈ ചെയ്ത 10,152 11,152 രൂപ ഓരോ മാസവും നമ്മൾ അടയ്ക്കുക. അങ്ങനെ 2 വർഷക്കാലം 24 മാസം ഇത് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ 2 ലക്ഷം രൂപയുടെ ലോണ് ക്ലോസ് ചെയ്യും. അതിന് 2 ലക്ഷം രൂപ മാത്രമല്ല അടയ്ക്കുന്ന 20% ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഉള്ള ആ എമൗണ്ട് ക്ലോസ് ചെയ്ത് കഴിയും. ഓക്കെ, യെസ്. നമുക്ക് EMI കണ്ടുപിടിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. A property investor takes out a mortgage of rupees 5 lakh at an interest rate of 12% for 10 years. Compute EMI. ഇപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് 5 lakh ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% പെർ ആനം ആണ്. അപ്പോൾ മന്ത്ലി റേറ്റ് കാണാൻ 12/12 ആണെന്നറിയാം, 1% ആണ് വരിക. പീരീഡ് ഓഫ് ലോൺ എന്ന് പറയുന്നത് 10 years ആണ്. 10 years എന്ന് പറയുമ്പം 10 into 12 120 months വരും. ഓക്കെ, അപ്പോൾ EMI കാണാനുള്ള ഫോർമുല P into R into 1 plus R all raised to n divided by 1 plus R all raised to n minus 1. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 lakh into 1/100 1% into 1 plus 0.01 അതായത് 1% ഡിവൈഡഡ് ഹോൾ റേസ് ടു 120 ഡിവൈഡഡ് ബൈ 1 plus 0.01 ഹോൾ റേസ് 120 minus 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വാല്യൂ 1 plus 0.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.01 ഹോൾ റേസ് ടു 120യുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലോഗരിതം ഉപയോഗിച്ച് നോക്കുകയാണ്. 3.281 വരും. അപ്പോൾ 3.281 minus 1. ഓക്കെ, ഇപ്പോൾ 5 lakh into 0.01 into 3.281 divided by 2.281. 1 മൈനസ് ചെയ്ത് 2.28. അപ്പോൾ 7,192 രൂപയാണ് EMI വരുന്നത്. 7,192 രൂപ ഓരോ മാസവും നൽകുന്നു. അങ്ങനെ 10 വർഷക്കാലം, അതായത് 120 മാസം 7,192 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപ 12% ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ക്ലോസ് ചെയ്ത് കഴിയും. ഓക്കെ, അപ്പോൾ EMI കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? പ്രസന്റ് വാല്യൂ എന്താണെന്ന് പഠിച്ചു, ഫ്യൂച്ചർ വാല്യൂ എന്താണെന്ന് പഠിച്ചു, പ്രസന്റ് വാല്യൂ ഓഫ് ആന്വിറ്റി പഠിച്ചു, പ്രസന്റ് വാല്യൂ ഓഫ് പെർപെച്വിറ്റി പഠിച്ചു, EMI എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഓക്കെ, ഇത്രയും പഠിക്കുന്നതോടുകൂടി നമ്മൾ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളെല്ലാവരും നന്നായി നോട്ട്സൊക്കെ എഴുതിയെടുത്ത് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ മോഡൽ എക്സാമിനേഷൻ നടത്തേണ്ട ടൈം നേരത്തെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബർ 16 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ കാരണം ഒന്നുകൂടെ നീട്ടിയിരിക്കുകയാണ്. ഡിസംബർ അവസാനത്തോടു കൂടി പരീക്ഷ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുക. മുഴുവൻ ഭാഗവും നന്നായിട്ട് പഠിക്കുക. സംശയങ്ങളൊക്കെ എന്നെ അതാത് സമയത്ത് വിളിച്ച് ചോദിക്കുക. എങ്കിൽ നമുക്ക് ഈ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു ഓൾ. താങ്ക് യു.